ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വായനാ ദിനക്യൂസ് 2026 പാർട്ട് 11 ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫൈനൽ പാർട്ടാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വായനാ ദിനക്യൂസ് 2026 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഫൈനൽ പാർട്ടായതുകൊണ്ട് 15 ചോദ്യങ്ങൾക്ക് മുകളിൽ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ചരിത്ര നോവൽ ഏതാണ്? ഉത്തരം മാർത്താണ്ഡവർമ്മ. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ മലയാളി ആരാണ്? ഉത്തരം എസ് കെ പൊറ്റക്കാട്. കുട്ടികളുടെ പ്രിയപ്പെട്ട മാസിക ബാലരമയുടെ പ്രസാധകർ ആരാണ്? ഉത്തരം മനോരമ ഗ്രൂപ്പ്. മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം അരുന്ധതി റോയ്. 2025 കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച നോവലിനുള്ള പുരസ്കാരം നേടിയതാരാണ്? ഉത്തരം GR ഇന്ദുഗോപാലൻ. ഏത് കൃതിക്കാണ് GR ഇന്ദുഗോപാലന് 2025 കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച നോവലിനുള്ള പുരസ്കാരം ലഭിച്ചത്? ഉത്തരം ആനോ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. കോവിലൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നതാരാണ്? ഉത്തരം VV അയ്യപ്പൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ഉത്തരം ഹിന്ദി. ഇതുവരെ എത്ര മലയാളികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? ഉത്തരം 6. കേരള ഗ്രന്ഥശാല സംഘം ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ. ഖുർആൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം പാരായണം ചെയ്യപ്പെടേണ്ടത്. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം ഓർമ്മയുടെ അറകൾ. വായനാ വാരത്തിൻ്റെ സമാപന ദിവസമായ ജൂൺ 25 ആരുടെ ജന്മദിനമാണ്? ഉത്തരം IV ദാസ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മൂന്നാമത്തെ വ്യക്തി ആരാണ്? ഉത്തരം തകഴി ശിവശങ്കര പിള്ള. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വായനാ ദിനക്യൂസ് 2026 പാർട്ട് 11 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. Thank you for watching.